കേരളത്തിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിച്ചത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഇരുകൂട്ടരും പ്രീണനം നടത്തുന്നു. മോദി രാജ്യം ഭരിക്കുന്നതോളം PFIയുടെ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ആലപ്പുഴ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. ലോകത്ത് കമ്മ്യൂണിസം അവസാനിച്ചു, ഇന്ത്യയിലും അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് രാജ്യത്ത് അസ്തമിച്ചിരിക്കുന്നു. ഇത് മോദിയെ മൂന്നാം തവണയും പ്രധാനമന്ത്രിയാക്കാനുള്ള തെരഞ്ഞെടുപ്പാണെന്നും അമിത്ഷാ ആലപ്പുഴയിൽ പറഞ്ഞു. മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ കയർ മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. भाई और बहनों, ये चुनाव शोभा जी के सांसद बनते ही तीसरी बार नरेंद्र मोदी को प्रधानमंत्री बनाने का चुनाव, भारत को दुनिया में तीसरे नंबर की इकोनॉमी बनाने का चुनाव है. ഇന്ത്യ സഖ്യത്തിന്റെ പൊള്ളത്തരം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ഇവിടെ തമ്മിലടിക്കുന്നു എന്ന് ഭാവിക്കുന്ന കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഡൽഹിയിൽ ഒരുമിച്ചാണെന്നും അമിത്ഷാ പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് കൊള്ളയടിച്ച കമ്മ്യൂണിസ്റ്റുകാർ സഹകരണ മേഖലയെ തകർത്തു. ED കരുവന്നൂരിൽ അന്വേഷണം നടത്തുകയാണ്. എല്ലാ നിക്ഷേപകർക്കും പണം മടക്കി കൊടുക്കും. സഹകരണ മേഖലയിലെ എല്ലാ കുഴപ്പക്കാരെയും ശിക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആണവ നിലയങ്ങളെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ കരിമണൽ ഖനനത്തെ പിന്തുണയ്ക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും ഓഫീസിനുമെതിരെ അഴിമതി ആരോപണം വന്നപ്പോൾ കോൺഗ്രസ് ഒന്നും മിണ്ടുന്നില്ല. അഴിമതിയെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുപോലെ പിന്തുണയ്ക്കുകയാണെന്നും അമിത്ഷാ ആരോപിച്ചു. അമൃത ന്യൂസ്, ആലപ്പുഴ.